എന്നാടി നീ എന്നാ നേരത്തെ വന്നോ ഓഫീസിൽ നിന്ന്? പോസിറ്റീവാ? നീ കോവിഡ് പോസിറ്റീവാ? കോവിഡ് പോസിറ്റീവാന്നാണോ അതിനകത്ത് കാണുന്നത്? പിന്നെന്നാ പ്രഗ്നന്റ് ആണ്? അടിപൊളി. ഇല്ല, നീ എന്തിനാടി ടെൻഷൻ അടിക്കണ്ടേ? നമ്മൾ സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്തിന്റെ ടെൻഷൻ അടിക്കണം? ഇനി നിങ്ങൾ ഇപ്പൊ മുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത പ്രസവത്തിനെ പൊങ്ങത്തുള്ളൂ. എടി, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ടോ, അത് ദൈവത്തിന്റെ വരദാനാണ്. ആണോ? എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓരോരുത്തരും ഓരോ കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ വഴിപാടുകളാണ് നേരുന്നത്. നമുക്ക് ദൈവം വാരിക്കോരി തരുമ്പോൾ അത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, പക്ഷെ ഇനി ഈ കൊച്ചിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിലല്ലേ. നിങ്ങൾ അവിടെയും കൈ കഴുകി നിക്കത്തല്ലേ ഉള്ളൂ. എടി, അവൻ ഒറ്റയ്ക്കല്ലേ, അവനൊരു കൂട്ട് വേണ്ടേ? ഞാൻ അത്ര കരുതിയുള്ളൂ. കൂട്ട്? ഇവന് കൂട്ട് ഇവൻ, ഇവന് കൂട്ട് ഇവൻ, ഇവന് കൂട്ട് ദോണ്ട് ഇവൻ. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഹെൽമെറ്റ് വെച്ചോണ്ട് എന്റെ മുടി മൊത്തം പോയി. ഇനി നിന്നെ ആര് കാണാൻ? 4 പിള്ളേർതാണല്ലേ. അതുകൊണ്ട് എന്നെ ഒരുങ്ങി ഇറങ്ങണ്ടേ? നിങ്ങൾ ഒരുങ്ങ, എനിക്ക് ഒരുങ്ങണ്ടായിരിക്കും. ഇത് എന്നാണ് ഇത്? ഇത്രയും പേര് ഒരു ബൈക്കേല് ഒന്നും അടിക്ക് പോലീസ് ഒന്നും കണ്ടില്ലേ? നിങ്ങളുടെ കാറ് കുറെ നാളായിട്ട് വർക്ക്ഷോപ്പില്ല. ഇനി അത് എടുക്കണമെങ്കിൽ ഞാൻ തന്നെ ചെല്ലണം. ഞാൻ ചെല്ലാം. ഇനി അതിനെയും കൂടി ഞാൻ ചെല്ലാം. ഞാൻ ചെല്ലും. വാ പിള്ളേരെ. പുറത്തിറങ്ങിയാലും തല്ലുപിടുത്തൊക്കെ അങ്ങനെ കിടക്കുന്നു. കണ്ട, നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ ഗിഫ്റ്റ് എടാ, ഞങ്ങള് വന്നതന്നെ നീ കണ്ടതല്ലേ. ഇതിനകത്ത് ഇനി എവിടെയാടാ സ്ഥലം? ഇന്നത്തെ പരിപാടി അനാക്കോണ്ട ഗ്രില്ല്. നല്ല അടിപൊളി ഒരു പാമ്പിനെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് എടാ, നിങ്ങൾക്ക് അമ്മ മാത്രമല്ല ഉള്ളത്, അപ്പനും ഉണ്ട്. പോയി അപ്പനോട് പോയി പരാതി പറ. പോ അമ്മ. ഞാൻ അപ്പ ഈ പൈസ എഴുതുന്നില്ല, അപ്പൊ അവിടെ റൂമിലാ. മാറിക്കേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വീട്ടിലിരിക്കുമ്പോഴാണേലും എന്നെ സഹായിച്ചല്ലേ. ഇങ്ങനെ തുടങ്ങി എങ്ങനെ ചെയ്യോ? നിങ്ങൾ ആ പിള്ളേരെ വന്നു. ഇല്ലില്ല, ശരിയാക്കാം. ഈ ആഴ്ച തന്നെ ശരിയാക്കാന്നേ. ഇല്ലില്ല, ഇന്ന് തന്നെ ഞാൻ അതിന്റെ റിപ്പോർട്ട് അയച്ചേക്കാം. ഇല്ലില്ല, ഇന്ന് ഈ ആഴ്ച തന്നെ വിടാം. മാറ്റില്ല. ഒറ്റേറെ നിങ്ങൾക്ക് ആ മാങ്ങ വീഴ്ത്താൻ പറ്റുമോ? അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ഇവനെ പുറത്തിറക്കി വിട്ട നാട്ടുകാരുടെ വക ചീത്ത വിളി വേറെ. എന്നാ ഇതുങ്ങളൊക്കെ വീട്ടിനകത്ത് ഇരുത്താന്ന് പറഞ്ഞാൽ തലയ്ക്ക് സൗകര്യം തരികയല്ല. ഇതാ പിള്ളേരാണോ? അപ്പനും അമ്മയ്ക്ക് ഒന്നും അറിയണ്ടല്ലോ. എന്റെ തലവിധി എന്ന് പറഞ്ഞാ മതി. എടാ അമ്മച്ചി പാവുണ്ടല്ലേ. എടാ അമ്മച്ചി വരുന്ന വഴിക്ക് നമുക്ക് എണ്ണ വെച്ചിട്ടല്ലോ. അമ്മച്ചി വീഴുന്നത് കാണാൻ നല്ല രസാ. അയ്യോ എടാ, കാര്യം ഇവന്മാര് നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണെങ്കിലും ഇവന്മാരെ മേയ്ക്കാൻ ഇച്ചിരി പാടാ. നീ ഇപ്പൊ ഇവളുടെ സ്ഥിതി തന്നെ കണ്ടില്ലേ. ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾക്ക് പിള്ളേരെ നോക്കാൻ വയ്യ. അപ്പൊ എന്നാ പറഞ്ഞു വരുന്നത്? പല പ്രാവശ്യം പറഞ്ഞോണ്ട് മേളിലോട്ട് കയറി വരരുതെന്ന്. ഇനി എല്ലാം കൂടി തലയും കുത്തി താഴെ കിടക്കാനായിട്ട്. പിള്ളേര് പുറത്തു പോയി കളിച്ചടാ. നീ കാര്യം സംസാരിക്കാൻ. എന്നേച്ചേ? എടി, പപ്പായ്ക്കും മമ്മിക്കും പാടാന്നാ പറയുന്നത് പിള്ളേരെ നോക്കാനേ. ആരിലും ഒരാൾ ജോലി വിടേണ്ട വരും. നീ ഒരു കാര്യം ചെയ്യ്, നീ റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കേ, ഞാൻ ജോലിക്ക് പോവാം.
അതൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്കിനി പ്രൊമോഷനൊക്കെ വരുന്ന അതിന്റെ പേപ്പർ വർക്കൊക്കെ നടക്കുക. ഈ പ്രൊമോഷൻ എന്ന് പറയാനായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇതൊന്നും കാണുന്നില്ലല്ലോ. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞൊന്ന് നിവർന്നു നിന്നിട്ട് വേണ്ട ജോലി എടുത്ത് കാണിച്ച് അവർക്ക് പ്രൊമോഷൻ തരാൻ വേണ്ടിയിട്ട്. ശരിയാ, അവൾ അതിന് തെറ്റ് പറയാൻ പറ്റിയല്ലോ. എനിക്ക് എന്റെ ജോലി കളയാൻ പറ്റത്തില്ല. മോളെ ഇതിപ്പോ ജോലി കളയണമെന്നല്ല, പിള്ളേരൊന്ന് വലുതാകുന്നിടം വരെ ആരെങ്കിലും ഒരാളെ വീട്ടിൽ ഇരിക്കുന്നതല്ല നല്ലത്. സാലറി കൂടുതലുള്ള ആള് ജോലി ചെയ്യട്ടെ, മറ്റേ ആള് വീട്ടിൽ ഇരിക്കും. പറഞ്ഞത് ന്യായം. ഞാൻ ജോലിക്ക് പോവാം, നീ വീട്ടിൽ ഇരിക്കും. അതിന് 5000 രൂപ വെച്ചാൽ കൂടുതലുള്ളൂ. 5000 രൂപയ്ക്ക് അതിൻ്റെതായ വിലയില്ലേ മോളെ? അത് കൂടുതലാ. എന്നാ പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. ഈ പ്രസവവും പിള്ളേരെ നോട്ടവും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒട്ടുമിക്കതും പെണ്ണുങ്ങളുടെ തലേ തന്നെയല്ലേ. എന്ത് ചെയ്യാനായിട്ടാ? എന്തായാലും ഞങ്ങളുടെ 4 പിള്ളേരെ നോക്കണം. ആ സ്ഥിതിക്ക് വീടിനടുത്തുള്ളതും തൊട്ടടുത്തുള്ള പിള്ളേരെ എല്ലാം നോക്കി കൊടുക്കാന്ന് വെച്ചു. അതാവുമ്പോ ഞങ്ങൾക്കൊരു ചെറിയ വരുമാനമായല്ലോ. അപ്പൊ ശരി, ഞാൻ എന്റെ ജോലിക്ക് പോട്ടെ. ആ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു കോള് വന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അതെന്റെ ഓഫീസിൽ നിന്നുള്ള കോളാ. എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയാനായിട്ടാ. അപ്പോ സാലറി ഹൈപ്പ് ഉള്ള ആളല്ലേ ജോലിക്ക് പോകണ്ടേ.